നമസ്കാരം. തൃശ്ശൂർ പൂരത്തിൻ്റെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന വെടിക്കെട്ടില്ലാത്ത ഉത്സവമാണ് ഇക്കുറി അരങ്ങേറുക. സർക്കാർ നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞതോടെ വെടിക്കെട്ട് അവസാനിപ്പിക്കാൻ തൃശ്ശൂർ പൂരത്തിൻ്റെ സംഘാടകർ സമ്മതിച്ചു. വെടിക്കെട്ടും കുടമാറ്റവും ആന എഴുന്നള്ളത്തുമില്ലാതെ തൃശ്ശൂർ പൂരമില്ല എന്നതായിരുന്നു ആദ്യം പിടിവാശി. എന്നാൽ 15 പേരുടെ മരണത്തിനിടയാക്കിയ ആരൊക്കെ മരിച്ചു എന്നത് ഇതുവരെ അന്തിമമായി സ്ഥിരീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത്തരമൊരു സാഹസത്തിന് ഇനി മുതിരേണ്ടതില്ല എന്ന് സർക്കാർ പറഞ്ഞതോടെ ദേവസ്വം ബോർഡ് വഴങ്ങുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇക്കുറി തൃശ്ശൂർ പൂരത്തിന് വെടിക്കെട്ടുണ്ടാവില്ല. എന്നാൽ 15 ആനകളെ നിരത്തിയുള്ള കുടമാറ്റവും മറ്റ് ആചാരപ്രവർത്തികളും തുടരും. തൃശ്ശൂർ പൂരത്തെ ആശങ്കയിലാക്കിയ 15 പേരുടെ മരണത്തിനിടയാക്കിയ അനേകം പേരെ ഗുരുതരാവസ്ഥയിലേക്ക് തള്ളിവിട്ട വെടിക്കെട്ടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു തുടങ്ങി. സർക്കാരിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും വീഴ്ചയാണ് ഈ മഹാദുരന്തത്തിന് കാരണം എന്ന് വ്യക്തമാണ്. എങ്ങനെയാണ് ഇത്രയധികം വെടിക്കോപ്പുകൾ ഒരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ പാടത്ത് കൊണ്ടുപോയി സ്ഥാപിച്ചത് എന്ന ചോദ്യം ബാക്കിയാവുന്നു. അവിടെ എങ്ങനെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ചാനൽ ക്യാമറകൾ എത്തിയത്? ഈ ചാനൽ ക്യാമറകൾ ഉണ്ടാക്കിയ സ്പാർക്കാണ് ഒരുപക്ഷെ ഈ ദുരന്തത്തിന് കാരണം എന്ന് ഇപ്പോൾ സംശയിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഈ വെടിക്കെട്ട് പുരയിലെത്തി ദൃശ്യങ്ങൾ ചിത്രീകരിച്ച മാധ്യമപ്രവർത്തകരെ പ്രതി ചേർക്കണം, ഈ 15 മരണത്തിൻ്റെ ഉത്തരവാദികളായി എന്ന മുറവിളി ഉയരുന്നുണ്ട്. അവർ അവിടെ പോയി ഈ ദൃശ്യങ്ങൾ പകർത്തിയതുകൊണ്ടാണ് ഈ ദുരന്തമുണ്ടായത്. അവരെ വെറുതെ വിടരുത് എന്ന് നീതിബോധമുള്ള മനുഷ്യർ ആവശ്യപ്പെടുന്നു. മനോരമയിലെ മുതിർന്ന ലേഖകനായിരിക്കവേ ജോലി രാജിവെച്ച് ബിസിനസ് ലോകത്തേക്ക് ഇറങ്ങിയ VK സോമൻ ഇതേക്കുറിച്ച് വിശദമായി ഒരു റിപ്പോർട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കേണ്ട ഒരു റിപ്പോർട്ടാണത്. ഒന്നുകൂടി വായിച്ചു നോക്കിയതാ. 20 വർഷം മുമ്പ്, അതായത് 2006 മെയ് 4 പാറമേക്കാവിൻ്റെ വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ചത് മാധ്യമപ്രവർത്തകർ അവിടെ ചെന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ ഷൂട്ടും കഴിഞ്ഞതിൻ്റെ തൊട്ടു പിന്നാലെയാണ്. സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ പാടുകാടായിരുന്നു സംഭവം. കരാറുകാരൻ വെണ്ണൂർ മേക്കോണത്ത് രാധാകൃഷ്ണൻ എല്ലാം പറഞ്ഞു കൊടുത്തു. സർപ്രൈസ് ഐറ്റങ്ങൾ ഒഴിച്ച് അഭിമുഖവും നടന്നു. മണിക്കൂറുകൾക്കകം ആ വെടിമരുന്ന് പുര കത്തിപ്പൊട്ടിത്തെറിച്ച് പുക ചുറ്റി കരിമ്പടിയായി. 70 വീടുകൾ തകർന്നു. 100ഓളം വീട്ടുകാർക്ക് മാറി താമസിക്കേണ്ടി വന്നു. അടുത്തുള്ള കിണറുകൾ ഉപയോഗശൂന്യമായി. വിയൂർ ജയിലിൻ്റെ മേൽക്കൂര തകർന്നു. രാധാകൃഷ്ണൻ അടക്കം 7 പേർ കത്തി മരിച്ചു. ഇന്നലെ തിരുവമ്പാടിയിലെ വെടിക്കെട്ട് നിർമ്മാണശാലയിലും മാധ്യമപ്രവർത്തകർ എത്തിയിരുന്നു. പത്രക്കാരും ചാനലുകാരും എല്ലാം ഉണ്ടായിരുന്നു. ലൈസൻസി മുണ്ടത്തിക്കോട് സതീശൻ എല്ലാം വിശദീകരിച്ചു കൊടുത്തു എന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കുന്നു. അവിടെ അമിട്ട് നിറച്ചിരുന്നവരുടെ തമാശകളും മരണ വീട്ടിലൊഴിച്ച് ചാനലുകാർ സംഘടിപ്പിക്കുന്ന എക്സ്ക്ലൂസീവ് പാട്ട് പാടിക്കലും വരെ നടത്തി അവർ പിരിഞ്ഞു. അധികം വൈകിയില്ല. പിന്നെ ഇപ്പോഴും നാം കണ്ടും അറിഞ്ഞും ഇരിക്കുന്ന ദുഃഖകഥകൾ പറയാൻ അവർ വീണ്ടും അവിടെ എത്തി. ഒന്ന് പ്രശ്നം വെച്ച് നോക്കിയാലോ, വളരെ സെൻസിറ്റീവായ ആർക്കും പ്രവേശനമില്ലാത്ത വെടിമരുന്ന് ശാലയിലേക്ക് സെൻസിറ്റീവായ ഇലക്ട്രോണിക്സ് ഗാഡ്ജറ്റുകളുള്ള ഉപകരണങ്ങളുമായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം ഔദ്യോഗിക അനുമതിയോടെയാണോ അനുവദിച്ചതെന്ന് അന്വേഷിക്കണമെന്ന് ഉദ്യോഗസ്ഥർ ചിലർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരിമരുന്നിൽ മുക്കി ഉണക്കാനിട്ടിരിക്കുന്ന തിരികൾ കത്തികൊണ്ട് മുറിക്കുമ്പോൾ പോലും തീപ്പിരി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് വെടിക്കെട്ടുകാർ തന്നെ പറയുന്നു. തൃശ്ശൂർ പൂരത്തിന് സാമ്പിൾ വെടിക്കെട്ട് സ്റ്റൈലാക്കിയത് കാരേക്കാട്ടിൽ ജോസാണ്. 1968 പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് ജോസ് ഏറ്റെടുത്തു. അപ്പൻ ആന്റണിയിൽ നിന്നാണ് ജോസിന് വിരുദ് പകർന്നു കിട്ടിയത്. ജോസ് എൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു. വക്കം പുരുഷോത്തമന് ടൂറിസം മന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഓണാഘോഷത്തിന് ജോസിൻ്റെ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ജർമ്മൻ TV വേണ്ടിയും ഞാൻ ജോസിൻ്റെ വെടിക്കെട്ട് നടത്തിയിട്ടുണ്ട്. എന്തിന്, സിഡ്നി ലാൻഡിൽ വരെ ജോസ് മിന്നിക്കുന്നത് കണ്ട് സായിപ്പന്മാർ കണ്ണു തള്ളിയിട്ടുണ്ട്. ജോസ് മരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞു. ജോസിൻ്റെ കാലത്ത് തന്നെ ഈ രംഗത്ത് സജീവമായിരുന്ന പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു സഹോദരൻ ഫ്രാൻസിസ്. പറഞ്ഞു വന്നത് 1967 പാറമേക്കാവിൻ്റെ വെടിക്കെട്ട് ഏറ്റെടുത്ത ജോസ് കമ്മിറ്റിക്കാർക്ക് കാണാനായി പൂരത്തലേന്നൊരു അമിട്ട് പൊട്ടിച്ചു. തിരുവമ്പാടിക്കാർ അപ്പോഴാണ് അറിഞ്ഞത്. അടുത്ത വർഷം ഇരുകൂട്ടരും ധാരണയായി സാമ്പിളായി 10 വീതം അമിട്ട് പൊട്ടിക്കാൻ. പിന്നെ അത് 20ആയി, 40ആയി. ഇപ്പോൾ പൂരം വെടിക്കെട്ടിനോളം ഇമ്മിണി കളറായി. അന്നെല്ലാം അടക്കം 12,500 രൂപയായിരുന്നു കരാർ. ഇന്നത് 60-70 ലക്ഷമായി. 1978 വെടിക്കെട്ടപകടം നടക്കുമ്പോൾ ഞാൻ തൃശ്ശൂർ പ്രസ് ക്ലബ്ബിലുണ്ടായിരുന്നു. 5 പേർ മരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ ഇന്ദിരാഗാന്ധി അപ്പോൾ രാമനിലയത്തിലുണ്ടായിരുന്നു. പരിക്കേറ്റവരെ പിറ്റുന്നവർ ജനറൽ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചതും ഓർമ്മ. VK സോമൻ്റെ കുറിപ്പ് ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഈ വെടിക്കെട്ടപകടത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവിടെ നിയമവിരുദ്ധമായി എത്തി
ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകരെ വെറുതെ വിടാൻ പാടില്ല. അവരുടെ ദൃശ്യങ്ങൾ പകർത്തൽ തന്നെയാവാം ഒരുപക്ഷെ സ്പാർക്കിന് കാരണമായതും ഈ ദുരന്തത്തിന് കാരണമായതും. അതുകൊണ്ട് ഒരിക്കലും അന്വേഷണത്തിൽ നിന്നും അവരെ മാറ്റി നിർത്തരുതേ. നിയമവിരുദ്ധമായി അതീവ സുരക്ഷാ മേഖലയിൽ അവരെങ്ങനെ കയറി? അവർ കയറിയത് കൊണ്ടാണ് ഈ അപകടമുണ്ടായത് എന്ന് എങ്ങനെ പറയാതിരിക്കാൻ കഴിയും? ഈ ദുരന്തത്തിന് പരിഹാരമുണ്ടാക്കണമെങ്കിൽ അവിടെ കയറിയ മാധ്യമപ്രവർത്തകരെയും കേസിൽ പ്രതിയാക്കണം. ചാനലുകളും പത്രക്കാരും മാറി മാറി ജനജീവിതത്തെ കുഴപ്പത്തിലാക്കി ഇങ്ങനെ ബ്രേക്കിംഗ് ന്യൂസിന് പിന്നാലെ പോകുന്നത് അവസാനിപ്പിച്ച മതിയാവും.